കേരയിൽ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിയിട്ടില്ലെന്നും നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരയിൽ അട്ടിമറിക്കാൻ 150 കോടി കൈപ്പറ്റിയെന്ന ആരോപണം PV അൻവർ നിയമസഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചിട്ടില്ല. സഭയ്ക്ക് പുറത്തു പറയാൻ വെല്ലുവിളിച്ചിട്ടുമില്ല. അതെന്താണെന്ന് VD സതീശൻ വിശദീകരിക്കണം. അൻവറിൻ്റെ ആരോപണം CPM ഏറ്റുപിടിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതിൻ്റെ ആവശ്യം എന്തെന്നായിരുന്നു മറുപടി. അൻവറിൻ്റെ ആരോപണം മാധ്യമങ്ങളിൽ കണ്ടു. വിശദാംശം വന്ന ശേഷം പാർട്ടി അഭിപ്രായം പറയും. വീണ വിജയൻ്റെ കമ്പനിക്കെതിരായ കേസിലൂടെ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. വീണയ്ക്കെതിരെ കേസിന് പോയ ഷോൺ ജോർജ് BJP അംഗത്വമെടുത്തു. അന്വേഷണത്തിന് പിന്നിൽ BJP ആണെന്ന് വ്യക്തമാവുകയാണ് ഇതോടെ. എക്സാലോജിക്ക് പ്രശ്നം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ അത് രാഷ്ട്രീയമാണ്. പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ പിന്നെ ആ കേസ് തന്നെയില്ല. BJP കേസുകൾ കൈകാര്യം ചെയ്യുന്ന UDFൻ്റെ MLA ആണ് ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുന്നത്. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള സംഘപരിവാർ നീക്കമാണിത്. നിയമസഭയിൽ UDF സ്വീകരിക്കുന്ന ഇതേ നിലപാടാണ്. നിയമസഭയിൽ BJPക്ക് അംഗത്വങ്ങളില്ലാത്തതിൻ്റെ കുറവ് UDF നികത്തുന്നുണ്ട്. കേസിന് രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തിനു വേണ്ടി കേന്ദ്രത്തിനെതിരെ നിൽക്കുവാൻ UDF തയ്യാറാകുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.